അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കാരണവരുടെ കല്യാണം അയച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണത്തിന്റെ തലേ ദിവസമാണ്. അപ്പൊ എല്ലാവരും മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. എനിക്ക് പിന്നെ എവിടെ നേരത്തെ ശീലമല്ലോ, അതുകൊണ്ട് ഞാൻ വൈകിട്ടേ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീലാണ് ഉണ്ടായിരുന്നു. നമ്മൾ വൈകി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില കിട്ടുന്നത്. അതും പ്രതീക്ഷിച്ച് ആരും പോകുന്ന കണ്ട ഇന്ന അവിടെ നാട്ടിയിട്ടില്ല എന്നുള്ള വൈകി ചെന്നിന് അവസാനം പിന്നെ എല്ലാവർക്കും മൈലാഞ്ചി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മൈലാഞ്ചി തന്നിട്ടുണ്ടായിരുന്നത്. അതും പകുതി, ബാക്കി പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. എന്റെ നിസ്സാരണാവസ്ഥ എന്തൊരു അരണാവസ്ഥ മനസ്സിലാക്കണം. എല്ലാവർക്കും പെണ്ണുണ്ട്, മോൻ കാക്കൂന് മാത്രം പെണ്ണില്ല. പാവം കൊച്ചു പിള്ളേർ വരെ ഊക്കി തുടങ്ങി. പാവം ആൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം കെട്ടാനായത് പിള്ളേർക്ക് മനസ്സിലാക്കണം, ആൾക്ക് മനസ്സിലാവണ്ടേ. ഇനി മനസ്സിലായിട്ട് മനസ്സിലാവാത്തവരെ നിൽക്കണോ? ഇതാണ് നമ്മുടെ പുയ്യാപ്പള. ഫസ്റ്റ് എൻട്രി തന്നെ പുള്ളിത്തുണി കളിക്കുപ്പായാണ്, അല്ല കള്ളിത്തുണി പുളിക്കുപ്പായാണ്. പക്ഷെ എന്താ പിന്നെ പറയാ, പുള്ളിത്തുണി ബനിയനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇച്ചക്കന്നെ ഇഷ്ടല്ലേ? അങ്ക് ഓക്കെന്നെ ബേ. ഇച്ച പൊളിയല്ലേ? ഇച്ചാനെ ആർക്ക് ഇഷ്ടാവാത്തത്? അപ്പൊ ഞാൻ ഇവർക്ക് എന്റെ കയ്യിൽ അവന്റെ പേര് എഴുതണമെന്നത്. ഓന്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ആരെങ്കിലും പേര് ഉദ്ദേശിക്കണം നമുക്ക്. എന്തായാലും ഓന്റെ പേര് ഏതാണ് പറയണം. അപ്പൊ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. നാളത്തെ ചർച്ചയിലാണ് എങ്ങനെയാണ് നിക്കാഹ് ചെല്ലേണ്ടത്. ഡബിൾ 2 എന്ന് പറയുന്നിടത്ത് ഡബിൾ 2 എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ബാക്കി നാളെ. അപ്പൊ ബൈ.